ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഫ്ലട്ടർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളതിൽ നമുക്ക് എങ്ങനെ ഒരു രജിസ്ട്രേഷൻ പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫ്ലട്ടർ എന്താണെന്ന് അറിയണം. നമ്മൾ ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ പേജ് ക്രിയേറ്റ് ചെയ്തത് ഫ്ലട്ടർ എന്നുള്ള ഫ്രെയിംവർക്കിലാണ്. ഫ്ലട്ടർ എന്നുള്ളത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ടൂളാണ് അല്ലെങ്കിൽ ഫ്രെയിംവർക്ക്. അതിന്റെ ലാംഗ്വേജ് പറയുന്നത് ഡാർട്ട് ആണ്. ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഗൂഗിൾ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ഫ്ലട്ടർ പ്രൊജക്റ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൽ വിഡ്ജറ്റ് ബേസ് ചെയ്തിട്ടാണ് ഇതിൽ ഡിസൈൻസും എല്ലാം വരുന്നത്. അപ്പോ എന്താണ്, അതായത് വിഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് രണ്ട് വിഡ്ജറ്റ് ഉണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്ലെസ്സും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്ഫുള്ളും. സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ സ്റ്റേറ്റ്ലെസ് എന്ന് പറയും. ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ സ്റ്റേറ്റ്ഫുൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഹോട്ടലിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടത്തെ, അതായത് ആ ഹോട്ടലിലെ മെനു നോക്കിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാത്തവയല്ലേ? അത് ചേഞ്ച് ചെയ്യും. ഡെയിലി വൈസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ചെയ്യില്ല എന്നല്ല പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൽ ആ അവിടെ ഇരുന്നുള്ള മെനുവിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ വേറെ യൂസർ വരുന്ന അനുസരിച്ച് മാറുന്നില്ലല്ലോ. യൂസേഴ്സിനനുസരിച്ചിട്ടല്ലല്ലോ. അപ്പോൾ അതിനെ നമുക്ക് സ്റ്റേറ്റ്ലെസ് എന്ന് പറയാം. സ്റ്റേറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്തതിന്റെ സ്റ്റാറ്റസ്, അതായത് അത് മേക്കിങ്ങിലാണോ അത് ഡെലിവറി ചെയ്തോ, അതിനെ നമുക്ക് അത് ചേഞ്ച് ചെയ്യുന്നതല്ലേ, അതിനെ നമുക്ക് സ്റ്റേറ്റ്ഫുൾ എന്ന് പറയാം. ഞാൻ ഇതിന്റെ കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ അതൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇതിലൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലിബ് എന്നുള്ള ഒരു ഫോൾഡർ കാണാൻ പറ്റും. ഈ ലിബ് എന്നുള്ള ഫോൾഡറിലാണ് നമ്മൾ ഓരോ പേജസ്, ഓരോ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. ആ ഫയല് ഡോട്ട് ഡാർട്ട് എന്നുള്ള എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. ഡോട്ട് ഡാർട്ട് എന്നുള്ളത് ഡാർട്ട് എന്ന ലാംഗ്വേജിന്റെ ഫ്രെയിംവർക്ക് ആണ് ഫ്ലട്ടർ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡാർട്ട് എന്ന് യൂസ് ചെയ്യുന്നു. നിങ്ങൾ പൊതുവെ HTML ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡോട്ട് HTML എന്നുള്ള എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നില്ലേ? അതേപോലെ തന്നെ ഇവിടെ ഡാർട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡോട്ട് ഡാർട്ട് എന്നുള്ള ക്രിയേറ്റ് ചെയ്യുന്നു, അത് യൂസ് ചെയ്യുന്നു. ഇനി ഇവിടെ വന്നിട്ട്, അതായത് ഈ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ന്യൂ എന്നുള്ളൊരു ഇത് കാണും. ന്യൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അവിടെ തന്നെ ഡാർട്ട് ഫയൽ ഉണ്ടാവും. ഞാൻ അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്ത് ഞാൻ എന്ത് കൊടുത്തു? രജിസ്റ്റർ എന്നുള്ളൊരു പേര് കൊടുത്തു. എൻ്റർ അടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഫസ്റ്റ് STL എന്ന് കൊടുക്കുക. STL, അപ്പോൾ സ്റ്റേറ്റ്ലെസ് എന്ന് കാണുന്നുണ്ടോ? എൻ്റർ അടിക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എറർ കാണും. അത് ഒരു മെറ്റീരിയൽ ആപ്പ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് മാറും. അതായത് ഒരു മെറ്റീരിയൽ പേജിന്റെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ എറർ വന്നിട്ടുള്ളത്. ഞാനിവിടെ മൈ ആപ്പ് എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ മൈ ആപ്പ് എന്ന് കൊടുത്താൽ ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. പക്ഷേ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ കാരണം വെച്ചാൽ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ഇവിടെ വന്നിട്ട് STF എന്ന് കൊടുത്തു. സ്റ്റേറ്റ് ഫുള്ള്. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ്ലെസ്സും സ്റ്റേറ്റ് ഫുള്ളും ഇത് രണ്ടും വിഡ്ജറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ പേര് ഇവിടെ രജിസ്റ്റർ എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ ഇപ്പോഴും ഇതില് എന്താ എറർ കാണുന്നുണ്ട്. അത് ഞാൻ അതില്ലാതാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് മെറ്റീരിയൽ ആപ്പ് എന്ന് കൊടുത്തു. അപ്പൊ ആ എറർ ഇവിടെ മെറ്റീരിയൽ ഡോട്ട് ഡാർട്ട് എന്നുള്ള ഫയല് ഇമ്പോർട്ട് ആവുകയും ചെയ്തു. ഇവിടെ ആ എറർ പോവുകയും ചെയ്തു. ഇതിൽ ഈ മെറ്റീരിയൽ ആപ്പ് എന്നുള്ളത് അതൊരു വിഡ്ജറ്റ് ആണ്. മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്നത് നമ്മളെ പ്രൊജക്ടിന്റെ ഓവറോൾ ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്നത്. പ്രൊജക്ടിന്റെ അല്ല, നമ്മളെ ആപ്ലിക്കേഷന്റെ സ്ക്രീനിൽ കാണുന്ന മൊത്തം സ്ട്രക്ചറിനെ നമ്മൾ മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്നു. ഈ മെറ്റീരിയൽ ആപ്പിന്റെ ഉള്ളിൽ ഞാൻ ഹോം എന്നുള്ളത് ഉപയോഗിച്ചു. ഹോം, ഈ ഹോമിലോട്ട് ഞാൻ അടിയിലുള്ള എന്റെ സ്റ്റേറ്റ്ഫുൾ നെയിം, അതായത് രജിസ്റ്റർ യൂസ് ചെയ്തു. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്ഫുള്ളിന്റെ ഉള്ളിലാണ് നമ്മൾ കൂടുതലായും ഡിസൈൻ ചെയ്യുക. അപ്പൊ അതിനു വേണ്ടി ഞാൻ റിട്ടേൺ കോൺസ്റ്റ് എന്നുള്ളത് ഇത് കളഞ്ഞു, പ്ലേസ് ഹോൾഡർ എന്നുള്ള. അവിടെ ഞാൻ സ്കഫോൾഡ് എന്നുള്ള അടുത്ത വിഡ്ജറ്റ് ഞാൻ യൂസ് ചെയ്തു.
സ്കഫോൾഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് സ്കഫോൾഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലുള്ള ആപ്പ് ബാർ മുതൽ ബോട്ടം വരെ, അതായത് ടോപ്പ് മുതൽ അടി വരെ കാണുന്ന ആ സ്ക്രീനിന് നമ്മൾ സ്കഫോൾഡ് എന്ന് പറയുന്നു. സ്കഫോൾഡിന്റെ ഉള്ളിൽ ഞാൻ ബോഡി എന്ന് കൊടുത്തു. ബോഡി, ഈ ബോഡിയുടെ ഉള്ളിൽ ഞാൻ കോളം, ഇതെല്ലാം ഒരു വിഡ്ജറ്റ് ആണ്. കോളം എന്നുള്ളതും സ്കഫോൾഡ് ഉള്ളതും വിഡ്ജറ്റ് ആണ്. നമുക്ക് ഈ സ്കഫോൾഡിന്റെ ഉള്ളിൽ എന്റർ അടിച്ചിട്ട് അബാർ എന്ന് ടൈപ്പ് ചെയ്യാം. അബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഇതിനാണ് അബാർ എന്ന് പറയുന്നത്. അബാർ കൊടുത്തു. അബാറിന്റെ വിഡ്ജറ്റിനെ യൂസ് ചെയ്യുന്നു. അബാർ, ഇത് വിഡ്ജറ്റ് ആണ്. വിഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ വിഡ്ജറ്റ് ആണ്. അബാറിനുള്ളിൽ ഞാൻ ടൈറ്റിൽ എന്ന് കൊടുത്തു. ടൈറ്റിൽ ഞാൻ ടെക്സ്റ്റ് എന്ന് കൊടുത്തു. ടെക്സ്റ്റിനുള്ളിൽ ഞാൻ രജിസ്റ്റർ പേജ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ വേണ്ടി ഇവിടെ മുകളില് നോ ഡിവൈസസ് സെലക്റ്റഡ് എന്നുണ്ടാവും. അത് മാറ്റി നിങ്ങൾ ക്രോമോ ഏതാച്ചാൽ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് റൺ ചെയ്യുക. റൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ബിൽഡ് ആയിട്ട് വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ റൺ ചെയ്യുന്നിടത്ത് നമുക്കൊരു ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജ് റൺ എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ല. കാരണം അത് റൺ എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തതിന്റെ കാരണം എന്താ വെച്ചാല് ഇതിന് റൺ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഒക്കെ കൊടുത്തിട്ടില്ല. ഞാനിവിടെ വോയിഡ് മെയിൻ എന്റർ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ റൺ ഇവിടെ എന്താണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര്, ആപ്ലിക്കേഷൻ്റെ അല്ല, എന്താണ് നമ്മുടെ സ്റ്റേറ്റ്ലെസ്സിന്റെ പേര് കൊടുത്തു. ഇനി ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും റൺ. ഇനി നമുക്ക് ഇത് റണ്ണായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് റണ്ണായി വന്നതാണ്. റണ്ണായി വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രജിസ്റ്റർ പേജ് എന്നിവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ ആപ്പ് ബാർ കൊടുത്ത ഈ സെഷനെയാണ്, അതായത് ആപ്പ് ബാർ പറഞ്ഞ വിഡ്ജറ്റ് യൂസ് ചെയ്തതിനാണ് ഈ കാണുന്നത്. ഇതിനെയാണ് ആപ്പ് ബാർ എന്ന് പറയാം. സ്കഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പ് ബാറും എല്ലാം അടങ്ങിയിട്ടുള്ള ഈ സ്ക്രീനിനെയാണ് സ്കഫോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അടുത്ത ഒരു ഇൻപുട്ട് ഫീൽഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് ഫോം ഫീൽഡ്. നമുക്ക് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ എസ് കൊടുത്താൽ മതി. എല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് കൊടുത്താൽ മതി. നമുക്ക് നോക്കി നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു ലൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു നോർമൽ ആയിട്ട് ഒരു ലൈൻ. ഇതിനെ നമുക്കൊരു ബോക്സ് രീതിയിൽ കൊണ്ടുവരണം. അതിനു വേണ്ടി ടെക്സ്റ്റ് ഫോം ഫീൽഡിൻ്റെ ഉള്ളിൽ ഡെക്കറേഷൻ, ഇൻപുട്ട് ഡെക്കറേഷൻ എന്നുള്ള എല്ലാം ഒരു വിഡ്ജറ്റ് ആണ്. ഇവിടെ ഞാൻ ബോർഡർ എന്ന് കൊടുത്തു. ബോർഡർ കൊടുത്തതിന് ശേഷം ഔട്ട്ലൈൻ ഇൻപുട്ട് ബോർഡർ എന്ന് കൂടി കൊടുത്തു. ഇനി നമുക്ക് റീഫ്രഷ് ചെയ്തിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പൊ നിങ്ങൾക്കിത് കറക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ കാണാത്തത് എന്താ വെച്ചാല് ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ആ ഗ്യാപ്പിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഇവിടെ സൈസ് ബോക്സ് എന്ന് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ഹൈറ്റ് 20. അപ്പോ ഇവിടെ ഒരു എറർ കാണുന്നുണ്ട്. അത് എറർ കാണുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു കോമ ഇട്ട് കൊടുത്താൽ മതി. ഔട്ട്പുട്ട് നോക്കാം. ഇപ്പൊ കണ്ടോ, ഇവിടെ മുകളിൽ കുറച്ച് സ്പേസ് അടിയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഡിഫോൾട്ട് ആയിട്ട് എന്റർ നെയിം എന്നുള്ള കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹിന്റ് നെയിം, ഹിന്റ് ടെക്സ്റ്റോ അല്ലെങ്കിൽ ലേബൽ ടെക്സ്റ്റോ കൊടുക്കുക. ഞാൻ തൽക്കാലം ഹിന്റ് ടെക്സ്റ്റ് എന്ന് കൊടുത്തു. ഹിന്റ് ടെക്സ്റ്റിന് ഞാൻ എന്റർ നെയിം എന്ന് കൊടുത്തു.
റീഫ്രഷ് ചെയ്ത് കണ്ടോ, നിങ്ങൾക്ക് കാണാം. ഇനി എനിക്ക് ഇവിടെ വേണ്ടത് ഒരു ഐക്കണാണ്. ഇവിടെ ഒരു ഐക്കൺ വരണം, അതായത് ഈ എൻ്റർ നെയിമിൻ്റെ ഉള്ളിൽ ഒരു ഐക്കൺ വരണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് പ്രിഫിക്സ് ഐക്കൺ ഐക്കൺ സ്റ്റോർ. നിങ്ങൾക്ക് എന്താണോ ഐക്കൺ അത് കൊടുക്കുക. ഞാൻ തൽക്കാലം യൂസർ. ഇനി നിങ്ങൾക്ക് ഐക്കൺ അറിയില്ല, കൺട്രോൾ സ്പേസ് അടിച്ച ഒരുപാട് ഐക്കൺസിന്റെ നമുക്ക് കാണിക്കും. ഞാനിവിടെ എന്ത് ചെയ്തു, വെറുതെ യൂസർ നോക്കും. അപ്പൊ ഇതിൽ വെരിഫൈ യൂസറിനെ കാണുന്നത്, അത് ഞാൻ കൊടുത്തു. ഇനി നമുക്ക് നോക്കി നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തത്. ഇനി ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ അടിയിൽ ഞാൻ വീണ്ടും ഒരു ടെക്സ്റ്റ് ഫോം അല്ല, ഒരു ജെൻഡറിന്റെ ഫീൽഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഞാനത് സൈസ് ബോക്സിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തപ്പോൾ ഒരു എറർ കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാ വെച്ചാല് ഇവിടെ ഒരു കോമ ഇട്ട് കൊടുത്താൽ മതി. അടുത്തത് വരുന്നത്, ഞാനൊരു റേഡിയോ ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റേഡിയോ, അതിന് ഞാൻ റേഡിയോ എന്ന് ചൂസ് ചെയ്യും. ഇതിപ്പോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞാന് ഇതിൽ എന്ത് ചെയ്തു, ഇവിടെ വന്ന് സ്ട്രിങ് എന്ന് കൊടുത്തു. ഈ വാല്യൂ എന്നുള്ളിടത്ത് കോഴ്സിൽ, അതായത് നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണോ അവിടെ കയറേണ്ടത്, ഞാൻ മെയിൽ എന്ന് കൊടുത്തു. ഇവിടെ ഗ്രൂപ്പ് വാല്യൂ എന്നുണ്ട്. അവിടെ എറർ വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏത് വാല്യൂ ആണെന്ന് ആദ്യം അവിടെ ഇവിടെ വന്നിട്ട് സ്ട്രിങ് ജെൻഡർ ഈക്വൽ ടു കോഴ്സിൽ ഞാനത് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഈ ജെൻഡറിനെ ഇവിടെ വന്ന് വോട്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ ഓൺ ചേഞ്ച്, ഇവിടെ ഞാൻ വാല്യൂ ഇവിടെ സെറ്റ് സ്റ്റേറ്റ്, അതിൻ്റെ ഉള്ളിൽ ജെൻഡർ ഈക്വൽ ടു വാല്യൂ സെമിക്കോളൻ. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു ബട്ടൺ മാത്രം വന്നിട്ടുണ്ട്. സെറ്റ് സ്റ്റേറ്റ് വെച്ചാല് ഇവിടെ ക്ലിക്ക് ചെയ്താൽ എന്താവണം, സെലക്ട് ആയി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സെറ്റ് സ്റ്റേറ്റ് കൊടുത്തത്. ഇതില് ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ ഒരു ടെക്സ്റ്റ് എന്നുള്ള കൊടുത്തു. ടെക്സ്റ്റ് ഇവിടെ ഞാൻ മെയിൽ എന്ന് കൊടുത്തു, കോമ മെയിൽ. ഇതന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, കോപ്പി, ഇവിടെ കോമ ഇല്ലാത്തതുകൊണ്ടാണ് അയാൾ, ഇവിടെ ഞാൻ ഫീമെയിൽ, ഇവിടെ ഫീമെയിൽ. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത്, ഇത് എല്ലാം അടിയിലോട്ടാണ് വരുന്നത്, ഒരേതല്ലാതെ അടിയിലോട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം വെച്ചാൽ ഒരു റോ എന്നുള്ളതിലോട്ട് റാപ്പ് ചെയ്യണം. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു റോ ക്രിയേറ്റ് ചെയ്തു. റോ എന്നുള്ളൊരു വിഡ്ജറ്റാണ്, ഇത് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ചിൽഡ്രൻ റോ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു. എറർ വരുന്നുണ്ടോ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചിൽഡ്രൻ എന്ന് കൊടുക്കാം. ചിൽഡ്രൻ റോ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പൊ റോ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ വീണ്ടും രണ്ടാമത്തെ റേഡിയോ കട്ട് ചെയ്ത് ഈ റോന്റെ ഉള്ളിൽ തന്നെ വീണ്ടും കൊടുത്തു. കണ്ടോ, അത് ഇവിടെയും വന്നു. ഇനി നിങ്ങൾക്ക് അതേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ അതേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോ കിടക്കുന്നത് ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് അലൈൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. എനിക്ക് അതിനെ സെൻട്രലിലോട്ട് വരണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഇവിടെ വന്ന് റോന്റെ നേരെ അടിയിൽ മെയിൻ ആക്സിസ് അലൈൻമെന്റ് കൊടുത്തു. വീണ്ടും മെയിൻ ആക്സിസ് അലൈൻമെന്റ് സെന്റർ എന്ന് കൊടുത്തു.
സെന്റർ എന്ന് കൊടുത്തപ്പോൾ എനിക്കത് സെൻട്രലായിട്ട് കിട്ടി. ഓക്കെ, ഇവിടെ ഈ സെലക്ടഡ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനുള്ള സെറ്റ് സ്റ്റേറ്റ് കൊടുത്തു. അപ്പോ ഇനി അടുത്തത് നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ഞാൻ നെയിം മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്ലേസ് പിന്നെ എല്ലാം നിങ്ങൾക്ക് എന്താണോ രജിസ്റ്ററിലുള്ള അതെല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ എങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ ആക്കിയിട്ട് വാല്യൂ എടുക്കാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് അടുത്ത നമുക്കൊരു ഡ്രോപ്പ് ഡൗണിന് വേണ്ടിയിട്ട് വാല്യൂ ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അവിടെ വന്ന് ഡ്രോപ്പ് ഡൗൺ ബട്ടൺ എന്ന് കൊടുക്കുക. ഡ്രോപ്പ് ഡൗൺ ഡ്രോപ്പ് ഡൗൺ ഡ്രോപ്പ് ഡൗൺ ബട്ടൺ, അതിനൊപ്പം തന്നെ സ്ട്രിംഗ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്ന് ഞാൻ ഹിന്റ് എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ ടെക്സ്റ്റ്, നമുക്ക് എന്താണോ ടെക്സ്റ്റ് ചെയ്യട്ടെ അതിന്റെ വാല്യൂ ഞാൻ എന്റെ ക്ലോസ് എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. കൂടാതെ ഇവിടെ വാല്യൂ പറഞ്ഞ് ഞാനത് കൊടുക്കുന്നുണ്ട്. വാല്യൂ ഇവിടെ കൊടുക്കുന്ന വാല്യൂ ആവണം നമ്മൾ. ഓക്കെ, ഇവിടെ കൊടുക്കുന്ന വാല്യൂ ആണ് നമ്മൾ ടോപ്പിൽ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പാടുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ജെൻഡർ എന്ന് കൊടുത്ത പോലെ തന്നെ അതിന്റെ നേരെ താഴത്തായിട്ട് സ്ട്രിങ് നമ്മൾ എന്താണ് കൊടുത്തത്, സെലക്റ്റഡ്, ഞാൻ സെലക്റ്റഡ് ഓപ്ഷൻസ് എന്ന് കൊടുത്തു. ഓപ്ഷൻസ് ഈക്വൽ ടു ഓക്കെ. ഇനി ഈ സെലക്റ്റഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റും. സെലക്റ്റഡ് ഓപ്ഷൻസ് ഒന്നും വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റും. ഞാനത് ഇവിടെ കൊടുത്തു. അടുത്തതായി നമുക്ക് ഫോർവേഡ് ഇട്ട് ഐറ്റംസ് എന്ന് കൊടുക്കാം. ഐറ്റംസ് ഐറ്റംസ് എന്ന് കൊടുത്തു ഞാൻ അതിൽ ഓപ്ഷൻ എന്ന് കൊടുത്തു. ഓപ്ഷൻസ് ഡോട്ട് മാപ്പ്, അതിനുള്ളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വീണ്ടും ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ സ്ട്രിങ് സ്പേസ് വാല്യൂ എന്ന് എഴുതി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഓപ്ഷന്റെ അവിടെ എറർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഓപ്ഷൻ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ സെലക്റ്റഡ് ഓപ്ഷൻ കൊടുത്ത് അവിടെ പോയി നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ ആണോ വേണ്ടതെന്ന് ഒരു ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ വന്ന് ലിസ്റ്റ് സ്ട്രിംഗ് അതിനുള്ളിൽ ഞാൻ ഓപ്ഷൻസ് എന്ന് കൊടുത്തു. ഓപ്ഷൻസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻ വേണം, ഞാൻ അവിടെ CS കോമ CS DBMS കോമ PHP തന്നെ കൊടുത്തു, സെമിക്കോളൻ. ഈ ഓപ്ഷൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അവിടെ നേരത്തെ താഴത്ത് ഒരു എറർ എന്ന് വന്നത്. ഇനി വാല്യൂ എന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ ഞാൻ റിട്ടേൺ ഡ്രോപ്പ് ഡൗൺ മെനു ഐറ്റം എന്ന് കൊടുത്തു. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല എന്നല്ല, നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. സ്ട്രിംഗ്
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുള്ളിൽ വാല്യൂ എന്താണോ വാല്യൂ അത് കൊടുത്തു. പിന്നെ ചൈൽഡ് ഞാൻ ടെക്സ്റ്റ് എന്ന് കൊടുത്തു. ടെക്സ്റ്റിനുള്ളിൽ വാല്യൂ എന്റർ അടിക്കും. ഡോട്ട് ടു ലിസ്റ്റ് ഡോട്ട് ടു ലിസ്റ്റ് എന്ന് കൊടുത്തു. കോമ എന്റർ അടിച്ചു. ചേഞ്ച് അങ്ങനെ അവിടെ ന്യൂ വാല്യൂ പാസ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ന്യൂ വാല്യൂ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ് ചെയ്യാൻ പറ്റും. ന്യൂ വാല്യൂ സെറ്റ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ സെലക്ടഡ് ഓപ്ഷൻ ഈക്വൽ ടു ന്യൂ വാല്യൂ എന്ന് കൊടുത്തു. ഇനി ഞാനൊന്ന് റീഫ്രഷ് ചെയ്യുകയാണ്. റീഫ്രഷ് ചെയ്ത് നമുക്ക് നമ്മളെ ഔട്ട്പുട്ട് നോക്കാം. ഇതിൽ ഒരു എറർ കാണിക്കുന്നുണ്ട്, അസേഷൻ ഫെയിൽഡ് എന്ന്. നമുക്കത് എന്താണെന്ന് നോക്കി നോക്കാം. ഒന്നുമില്ല, റീബിൽഡ് ചെയ്ത് നോക്കി നോക്കാം. ഇതിൽ എറർ കാരണം എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ എറർ വരാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ മുകളിൽ പാസ് ചെയ്ത ഇതിലുള്ള ഡാറ്റാണ്. ഞാനിത് കളഞ്ഞു. സ്ട്രിംഗ് എന്ന് കൊടുത്തു. സ്ട്രിംഗ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഇനി നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് വേണ്ട കോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അടുത്ത ഇനി നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് പലതരത്തിലുള്ള ബട്ടൺസ് ഉണ്ട്. എലവേറ്റഡ് ബട്ടൺ ഉണ്ട്, ടെക്സ്റ്റ് ബട്ടൺ ഉണ്ട്, ഐക്കൺ ബട്ടൺ ഉണ്ട്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എലവേറ്റഡ് ബട്ടൺ ആണ്. അതിനുവേണ്ടി ഞാൻ എലവേറ്റഡ് ബട്ടൺ എന്നുള്ളത്, ഇവിടെ എറർ വരാൻ കാരണം ഒരു കോമ ഇട്ടിട്ടില്ല. എലവേറ്റഡ് ബട്ടൺ ഇതിന്റെ ഉള്ളിൽ ഈ ഓൺ പ്രസ് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് നടക്കണം, അതായത് രജിസ്റ്റർ ആവണോ, അങ്ങനെയുള്ള ഫങ്ഷൻസിനെ കോൾ ചെയ്യുന്നു. ഞാൻ ഇവിടെയുള്ള ഈ ചൈൽഡ് മാറ്റി അവിടെ ടെക്സ്റ്റ് എന്ന് കൊടുത്തു. ടെക്സ്റ്റിൽ ഞാൻ ഇവിടെ രജിസ്റ്റർ എന്ന് കൊടുത്തു. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കണം. കണ്ടോ, ഇനി ഇവിടെ കാണാൻ പറ്റും രജിസ്റ്റർ പറഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു രജിസ്ട്രേഷൻ പേജ് ക്രിയേറ്റ് ചെയ്യുക. ഞാനിതിൽ നെയിം എന്ന് മാത്രം പറഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ഫോം ഫീൽഡ് അല്ലെങ്കിൽ ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ പ്രൊജക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റം വരുത്താവുന്നതാണ്.